ചേടാ ഇതെന്ത് കഷ്ടാണ്. വലിച്ചത് പൊട്ടിക്കല്ലേ അത്? എന്തോന്നാണ് അതാണോ ചോദിക്കണേ? കണ്ടവരെ വീടാണ്, ചുമ്മാ അത് ഇതൊക്കെ പിടിച്ചത്. ഇത് കണ്ടിട്ടില്ലേ? ഒന്നും ചെയ്യാനില്ലല്ലോ ഇവിടെ, അതുകൊണ്ട്. അവരാരും കാണില്ലല്ലോ. അമ്മേച്ച അവിടെ അടിക്കാണ്, കഴിക്കാണ് കഴിക്കാൻ അവര് അകത്ത് കഴിക്കാണ്. ആണ് പരിപാടിയാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല, അതാണ് തോന്നുന്നു. ചുമ്മാ എല്ലാരും കൂടെ ഭയങ്കര സംസാരം. പക്ഷെ ബോസ് കഴിക്കില്ലടാ, നല്ല ആളാ. ആര് നന്നായിട്ട് എന്ത്, അളിയല്ലേ കൂടെ ഉള്ളത്. ഒരെണ്ണം പോരല്ലേ കൂട്ടം. ഞാൻ താഴെ നിന്നിട്ട് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് എല്ലാവരും കണ്ട്, റൂമൊക്കെ കണ്ട്, വെറുതെ ഇവരകത്തേക്കാണ് ശബ്ദം കേട്ട് അങ്ങോട്ട് അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കും. പിന്നെ വരാൻ ആര് പറയേ? അളി എന്റെ കാര്യങ്ങളൊക്കെ എന്തിനാ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയണേ? എന്റെ കാര്യങ്ങളൊക്കെ എന്തിനു ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണേന്ന്? നമ്മളെ ചങ്ക് ഫ്രണ്ട്സിലേ. പിന്നെ എന്നാ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണ ഇതല്ലേ? അച്ഛാ എന്റെ കാര്യമൊന്നും പറയരുത് കേട്ടോ, എന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ. ഞാൻ ആരെ കാര്യം പറയാനൊന്നും പോയില്ല. അല്ല ഇവിടെ നിങ്ങളെ ഭാര്യമാരെയും കുട്ടികളെയൊന്നും കണ്ടില്ല ഇതുവരെ. വരും. മോള് കുഴപ്പമുള്ളത്തെ പ്രശ്നമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കാണല്ലേ? അത് അങ്ങളെ കുഴിപ്പണത്തന്നെ പ്രശ്നമൊന്നുമില്ല, സിദ്ധു ഇല്ലാത്തോണ്ടേ അച്ഛെല്ലാം പറഞ്ഞ് കൊടുത്തെന്ന് തോന്നണ്. ഇല്ല മക്കളെ, നമ്മള് അറിയാതെ വരുമ്പോ അറിയാൻ്റെ ഭാര്യയല്ലേ കഴിഞ്ഞ ദിവസം ലച്ചുനെ തേങ്ങാപ്പറലിട്ട് പൂട്ടിയത്. ഓഹോ, അപ്പൊ ഇന്നലെ നടന്ന കാര്യം വരെ പറഞ്ഞു കൊടുത്തല്ലേ? മക്കളെ ലച്ചു, ഓ ഈ ഇടയ്ക്ക് ശരീരമൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് അനങ്ങാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ആ അടുക്കള കയറി അമ്മയൊന്ന് സഹായിച്ചൂടെ? സഹായിക്കാം. കുഴപ്പമില്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയാം. നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിന്റെ സ്വസ്ഥത കിട്ടുള്ളൂ. അതാണ്. മക്കളെ കേശു, നമ്മുടെ മെറിലിനെ എന്ത് പറയണ്? ഏത് മെറിലി? ആ മെറിലിനെ അറിഞ്ഞൂടെ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചായ കുടിച്ചിട്ട് പോണേ. ഓ ആ മെറിലി, ആ പടമൊക്കെ വരച്ചെടുത്തേ. അതെ, അന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഓടിയില്ലേ? പിന്നെന്തായത്? എന്തായത്? പൊന്നച്ഛ, ഫ്രണ്ട്സിനോടാണെ പോലും ഇത്ര ഓപ്പൺ ആവരുത്. ചങ്ക് ചങ്ക്. ഹലോ, മോളെ എത്തിയാ? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ശരി, ഓക്കെ വിളിക്കാം. ഞാൻ അളിയന്റെ ഫ്രണ്ട്സ് എവിടെ വന്നു? വീട്ടിലല്ല, അവരുടെ വീട്ടില്, ഫ്രണ്ടിന്റെ വീട്ടില്. വിളിക്കാൻ ഗൗരിയല്ലേ? അളിയാ, അളി എന്തളിയാ എപ്പോഴും ഗൗരീവാന്ന് പറഞ്ഞ് പറക്കാൻ നടക്കണ? ചെറുപ്പക്കാരല്ലേ, കല്യാണം കഴിച്ചു പോയി. ഗൗരി വാന്ന് വിളിക്കാൻ പോന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും കൊള്ളാം. ഓക്കെ, അങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇവനെ ഒരിക്കേ അങ്ങോട്ടോ മനുഷ്യരെ നാറ്റിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതിലളിയാ പഴയ എന്താണ്? അല്ല പണ്ടൊക്കെ അല്ല അളിയാ, എന്തായാലും വലിയ സംഭവം. കേശുവേ, കൂട്ടുകാരാകുമ്പോ എല്ലാം പറയുന്നോണ്ട് കുഴപ്പമില്ല അല്ല കേശുവേ? ഓപ്പൺ ആയിട്ട് പറയാം. കൊച്ചിറങ്ങല്ലേ കൊച്ചിറങ്ങടാ, പോടാ. കണ്ട, ഞാനിപ്പോഴും വീണ്ടും ചിരിച്ചോണ്ട് അവരുടെ അടുത്തോട്ട് പോയി. കൂടെ ഇരിക്കാല്ല, സന്ധ്യ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ? നിന്നെയും കൂട്ടാല്ലോ അവരുടെ കൂടെ അല്ലേ? അപ്പം പിന്നെ ഓടിച്ചു വിട്ടേന്. അല്ല, ഓടിച്ചു വിടണ പോലെ എന്നെ ഓടിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് 1000 ഫ്രണ്ട്സ് ഉണ്ട് എന്റെ ഫോണിൽ. പിന്നെ ഞാൻ അടുത്തും പോകാതെ ഇങ്ങനെ നിൽക്കണമെന്നേ ഉള്ളു. ആ പോട്ടെ. വിഷമിക്കണ്ടടാ. ഓ, വലിയ വിഷമം. നീ ഒരു കാര്യം ചെയ്യടാ, പണിയാണ് കാണിക്കണത്. അത് അച്ഛനോട് ചോദിക്കണം. അവനെ കൊണ്ട് കൂട്ടിക്കൂടെ? ഓ, നമുക്കേ നമ്മളെ അവോയ്ഡ് ചെയ്യണ്. അത് ചെയ്യാം. അവനെ വിളിച്ചിട്ട് നിങ്ങൾ അച്ഛൻ തന്നെയല്ലേ? ശരി, ഓക്കെ. വീട്ടിട്ട് കാണിച്ചു കൊടുക്കാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.